ഒരു ഡോഗ് ഡിറ്റർമിനേഷൻ ഉള്ള ഒരാളെ ഈ പൊന്മാനിലെ അജേഷ് എന്നുള്ള ക്യാരക്ടർ അങ്ങനെ ജീവിച്ച അൻവിനാണ് ഇന്നിപ്പോ ഉണ്ടാവാൻ കാരണം? അങ്ങനെ ജീവിച്ച ഞാൻ തന്നെയാ. ഞാൻ അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. ഡിറ്റർമിനേഷൻ നന്നായിട്ടുണ്ട്. ഒരു സംഭവം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് നേടും. ഒരു സംഭവം എനിക്ക് വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് വേണം. ടാർഗറ്റ് ചെയ്ത് വണ്ടികൾ ഞാൻ ഈ വാങ്ങുന്ന വണ്ടികളൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വാങ്ങുന്നത്. അതെനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റവന്യൂ കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എടുത്ത് വിട്ടിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നൊക്കെ പ്ലാൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇച്ചിരി എക്സ്ട്രാ ഇൻകം പോരെ. ഐ വിൽ മേക്ക് ദറ്റ് ഇൻകം. എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് ഇൻകംസ് ഉണ്ട്. ഞാൻ ബിസിനസ് എടുത്ത് ഇങ്ങനെ കുളവാക്കാറില്ല. പേഴ്സണൽ ഇൻകംസ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ട്രേഡിംഗ് ആയാലും കാര്യങ്ങളിൽ കൂടെയൊക്കെ നമ്മളങ്ങനെ ചെറുതായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഈ 24 മുതൽ 30 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ പുരുഷന്മാരുടെ കാര്യത്തിൽ. ആ സമയത്ത് അവർ അനുഭവിക്കുന്ന വല്ലാത്തൊരു പിയർ പ്രഷർ ഉണ്ട്. അതായത് തൊട്ടപ്പുറത്തുള്ള തന്നെ എവിടെയോ കാറ് വാങ്ങിച്ചു, ഒരാൾ വീട് വെച്ചു, ഒരാൾ കല്യാണം കഴിച്ചു, ഒരാൾക്ക് കുട്ടികളായി. കമ്പാരിസൺ അപ്പൊ ഒരിക്കലും പാടില്ല. സ്വയം എപ്പോഴാണ് കമ്പാരിസൺ ചെയ്തിട്ടുണ്ടോ? നമ്മളിതിന് വേറെ ആളെ കമ്പയർ ചെയ്യുന്നത്. ആഗ്രഹം ഉണ്ടാവില്ല, എത്തിപ്പെടണം, മണ്ടയ്ക്കോട്ട് ഒരാളെ നോക്കിയിട്ട് ഒരു വിഷൻ വെച്ച് വർക്ക്ഔട്ട് ചെയ്യാം. അല്ലാണ്ട് ഇപ്പൊ കൂടെ നടക്കുന്ന വണ്ടി വാങ്ങിച്ചാൽ വെരി ഹാപ്പി ഫോർ ഹിം, നല്ലതാ, നല്ല വണ്ടി, നന്നായിട്ട് ഡെവലപ്പ് ചെയ്യൂ എന്ന് പറയൂ. അല്ലാണ്ട് നമ്മൾ അവനൊരു വണ്ടി വാങ്ങി എനിക്കൊരു വണ്ടി വേണം അങ്ങനത്തെ ഒന്നും തോന്നണമെന്ന് എനിക്കില്ല. കാമൻ ചില്ലാണ്. നമ്മൾ കമ്പയർ ചെയ്യരുത്. കമ്പയർ ചെയ്താൽ പോയി. പിന്നെ നമ്മളെങ്ങനെ ഡെവലപ്പ് ചെയ്യും? പിന്നെ നമ്മൾ അവരെ നോക്കിയിരിക്കും, ഇവനെന്താ ചെയ്ത് അവനെന്താ ചെയ്തെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് കുളമാവും. അപ്പോൾ കമ്പയർ ചെയ്യാറൊന്നുമില്ല.